ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്. കൂടെ തന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോയാ ചങ്ക് ചില്ലിയുടെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ റൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ നീളമുള്ള ബസ്മതി റൈസാണ്. ഫ്രൈഡ് റൈസൊക്കെ വെക്കുന്ന റൈസാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. അരമണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒരു 5 കപ്പ് വെള്ളം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ സമയം കൊണ്ട് സോയ ചങ്ക് ഒന്ന് വേവിക്കണം. അതിന് മുന്നേ സോയ ചങ്ക്സ് എടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുക. ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് വേണം നമുക്കിതിലേക്കൊന്ന് വേവിക്കാനായിട്ട്. അപ്പോൾ സോയാ ചങ്ക് ചില്ലിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാപ്സിക്കം എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വലുതായിരുന്നു. അതുപോലെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും ക്യാപ്സിക്കം ഒഴിവാക്കരുത് കേട്ടോ ഈ ഒരു ചില്ലി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വലുതായിട്ട് അരിഞ്ഞെടുക്കുക. സാധാരണ നമ്മൾ ബീഫ് ചില്ലിയും അതുപോലെ ഗോപിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഇതിലും ഒന്ന് അരിഞ്ഞെടുക്കുക. ഞാൻ ദാ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് നമ്മുടെ സോയ ഞാൻ നല്ലോണം ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ ഒരു പാത്രത്തിൽ അതിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഒരു പാനിൽ കുക്കർ ഉള്ളവർ കുക്കറിൽ തന്നെ ഇടുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ്. അപ്പോൾ ഇതൊരു ഡാർക്ക് സോയാ സോസാണ്, അതാണ് നല്ല കളറ്. അപ്പോൾ അതിലൊരു 1.5 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. സാധാരണ വൈറ്റ് വിനീഗറാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ അളവിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട. ഇത്ര കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. വെള്ളം ഇനി ഒഴിക്കണ്ട കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ഒരു 2 വിസിലടിച്ചാൽ മതി. സോയ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഓൾറെഡി സോയക്ക് അധികം വേവില്ല, നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് റൈസിലേക്കുള്ള കുറച്ച് കാര്യങ്ങളും റെഡിയാക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഇതിന് മസ്റ്റായിട്ട് ഇടേണ്ടത് ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് ഈ റൈസിന് ഒരു പുതിയ ഒരു രുചിയാണ് തരിക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ ഒരു ചെറിയ കഷ്ണം സവാള. ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതുപോലെ അവസാനം വേണം നമ്മൾ ഈ ഒരു ക്യാബേജും അതുപോലെ ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാൻ. ആദ്യമേ ഇട്ട് കൊടുത്ത് അതങ്ങ് വറുത്തെടുക്കരുത്. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ ഒന്നങ്ങ് പോയി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് വെന്ത് പോകണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മുടെ മാഗി മസാലയാണ് കേട്ടോ. നമ്മുടെ മാഗി നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മാഗി വെജിറ്റബിൾ ക്യൂബ്സോ അതോ ചിക്കൻ ക്യൂബ്സ് ഉള്ളവർ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു മസാലയിൽ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ചോറൊന്നിട്ട് മിക്സ് ചെയ്യുകയാണ്. അല്ലാതെ ഇതിലേക്ക് ഞാൻ സോസുകളോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ
നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, ഒരു പുതിയൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ KFC റൈസ് ബൗളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ക്യാപ്സിക്കം ഇടാറുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസും കൂടെയൊക്കെ കൂടി ഇട്ടിപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള റൈസാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അതുപോലെ ഈ ഒരു സോയ ചങ്ക് ചില്ലിയുടെ കൂടെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്നങ്ങ് മൂടി വയ്ക്കുക, ഒരു 2-3 മിനിറ്റിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് സോയ ചങ്ക് ചില്ലി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിക്കാം, അതുപോലെ ഒലിവ് ഓയിൽ ഒഴിക്കാം കേട്ടോ. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കവും സവാളയും ഒന്നും ഒരുപാട് അങ്ങ് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം എടുക്കുന്ന സമയത്ത് ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിയാൽ മതി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി വെച്ചിട്ട് സോയ ചങ്ക്സ് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ഈ ഒരു സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോയ ചങ്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ പാൻ വെച്ചതിന് ശേഷം ഒന്നങ്ങ് 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, സോയ സോസിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതൊന്ന് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഞാൻ ആ വെജിറ്റബിൾസ് കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചേർത്തപ്പോൾ എനിക്ക് കുറച്ച് കളറ് കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും എല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി സോയയാണ് കേട്ടോ. നമ്മളൊരു ബീഫ് ചില്ലിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ സോയയുടെ ടേസ്റ്റൊന്നും ഇതിൽ മുന്തിയൊന്നും നിൽക്കില്ല. നമ്മൾ സോയാ സോസും അതുപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ സോയയുടെ ടേസ്റ്റ് ഇതിൽ മുന്തി നിൽക്കില്ല, കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള സോയ ചില്ലിയാണ്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളവും അതുപോലെ ടൊമാറ്റോ സോസ് കുറച്ചുകൂടി ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഈ റൈസിൻ്റെ കൂടെ ഈ ഒരു സോയാ ചങ്ക് ചില്ലി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫുഡ് കഴിച്ച ഒരു ഫീലാണ് കേട്ടോ ഇത് കഴിച്ച് കഴിയുമ്പോൾ കിട്ടുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.